കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നമ്മൾ പഴയ നിയമത്തെ ഹബക്കൂക്ക് എന്ന ഒരു പ്രവാചകൻ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു പ്രവചന പുസ്തകമാണത്. 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. ഹബക്കൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ദ എംബ്രേസർ എന്നാണ്, ആലിംഗനം ചെയ്യുന്നവൻ. വളരെ നല്ല ഒരു പ്രവാചകൻ, വളരെ ഹമ്പിളായിട്ടുള്ള പ്രവാചകൻ. 7-ാം നൂറ്റാണ്ട്, അതായത് BC 7th century 600-ാം ആണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു സംശയം, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ദുഷ്ടന്മാർ വളരെ നെടുനീളത്തിൽ വളർത്തുന്നു? അവർക്ക് എല്ലാ നന്മയുണ്ട്, ഒന്നിനും കുറവ് വരുന്നില്ല, എല്ലാ അനുഗ്രഹങ്ങളും അവർ പിടിച്ചു പറ്റുന്നു, അവരാഗ്രഹിക്കുന്നതെല്ലാം സാധിക്കുന്നു. ഇങ്ങനെ കർത്താവ് വിട്ടുകൊടുക്കുന്നത് എന്താണ്? Why is God silent while the wicked succeed? അവൻ വിജയിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്ത്? ഒരു ചോദ്യം. ഇത് ഹബക്കൂക്ക് മാത്രമല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധന്മാർ പലരും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ ദാവീദ് 17-ാം സങ്കീർത്തനത്തിൽ 14-ാം വാക്യം വായിക്കുക. അവിടെ നമുക്ക് മനസ്സിലാവും, തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് അവിടെ ഇരിക്കണമേ. അവർക്ക് ഈ ലോകമാണ് അവരുടേത്, അവർക്ക് ഭക്ഷണമാണ് വയറ്, പിന്നെ അവരുടെ മക്കൾക്ക് വേണ്ടി അവർ മാറ്റി വച്ചിരിക്കുന്നു. അങ്ങനെ കുറേ വിശദീകരണമുണ്ട്. 73-ാം സങ്കീർത്തനത്തിലും അതുപോലെ തന്നെ ആസാബ് അതുപോലെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പലതും കാണാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം 3:19 പറയുന്നുണ്ട്, ക്രൂശിന് ശത്രുക്കളായിട്ട് ചിലരിങ്ങനെ നടക്കും, അവരുടെ ദൈവം വയറ്. മനസ്സിലായില്ലേ? അവരുടെ ദൈവം വയറ്. അവർക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളാണ്. സോ ലൗകികന്മാർ, വേൾഡിനെസ്, വേൾഡി പീപ്പിൾ, വേൾഡി മൈൻഡഡ് പീപ്പിൾ, വേൾഡി സിസ്റ്റത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനിച്ചു, ഇവിടെ വളർന്നു, ഇവിടെ മരിക്കുന്നു, അത്രയും മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറമായ ഒരു ചിന്തയും അവരുടെ മനസ്സിൽ വരുന്നില്ല. അവരനുഗ്രഹിക്കപ്പെടുന്നു. അതെന്തുകൊണ്ട് എന്നാണ് ഹബക്കൂക്ക് ചോദിക്കും. നമ്മളും ചോദിക്കും. നമ്മുടെ മനസ്സിൽ പലപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാവാം. കർത്താവേ, ഞങ്ങൾ എങ്ങനെയായി ഇത്രയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ അവിടുത്തെ പിൻപറ്റി ഇങ്ങനെ പോകുന്നു, എന്നിരുന്നാലും ഇതൊന്നും ചെയ്യാതെ ക്രൂരമായി പെരുമാറുന്ന ആളുകൾ അവർ വളരെ ശക്തികളാണ്. അപ്പം അത് ഒരു വിഷയമാണ്, പണ്ടേ തുടങ്ങിയ വിഷയം, ഇന്നും നിലനിൽക്കുന്നതായ ഒരു വിഷയമാണ്. പക്ഷെ കർത്താവ് ഈ പറയുന്ന എല്ലാവർക്കും ഉത്തരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ ധൈര്യം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 17 ദാവീദ് പറയുന്നത്, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. അത് മതി. പിന്നെ 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നു, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. മറുപടി അവർക്ക് അപ്പം തന്നെ ദൈവം കൊടുത്തു. പിന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസിന് മറുപടി കൊടുത്തു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. ഇതൊക്കെ പറഞ്ഞിട്ട് അതാണ് ഇവിടെ ഹബക്കൂക്കിനോടും ദൈവം അങ്ങനെ സംസാരിക്കുന്നു. 2-ാം അധ്യായം, ഹബക്കൂക്ക് 2-ാം അധ്യായത്തിൽ നോക്കിയാൽ കർത്താവ് വ്യക്തമായിട്ട് 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഈ ലൗകികത നേരുള്ളതല്ല, അതൊക്കെ ഇല്യൂഷനാണ്, അതൊന്നും ശരിക്കുമുള്ളതല്ല. എവിടെ പറഞ്ഞിരിക്കുന്നത്? 2:4 നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അതാണ് നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഈ നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തു ഉള്ളവർ, യേശു ക്രിസ്തു ഹൃദയത്തിൽ വാഴുന്നവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ, ക്രിസ്തു നമ്മെ കഴുകിക്കളഞ്ഞ് പാപത്തിൽ നിന്ന് മുക്തമാക്കി വെടിപ്പാക്കിക്കൊണ്ട് നടത്തുന്നത്, അതാണ് നീതിമാൻ. സോ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 2ാമത് കർത്താവ് തന്നെ അവർക്ക് മറുപടി കൊടുത്തു. അവന് ഹബക്കൂക്കിനെ 14-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ ഗ്ലോറി കൊണ്ട്, മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. നീ ഇന്നത്തെ കാര്യം പറഞ്ഞ് ഹബക്കൂക്കെ നീ വിഷമിക്കണ്ട. ഒരു ദിവസമുണ്ട്,
ഒരു ദിവസമുണ്ട്, ആ ദിവസം എന്നെക്കുറിച്ച് എല്ലാ മനുഷ്യരും അറിയും. മനസ്സിലായോ? എല്ലാവരും അറിഞ്ഞ് എൻ്റെ മുമ്പാകെ വന്ന് മുഴങ്കാല് മടക്കും. എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയും. അങ്ങനെ ഒരു ദിവസമുണ്ട് അതൊക്കെ, അത് നീ എന്താ മറക്കരുത്, അത് ഓർത്തുകൊള്ളണം എന്ന് ധൈര്യപ്പെടുത്തുന്നത് 14-ാമത്തെ വാക്യത്തിൽ കാണാം. പിന്നെയും നമുക്ക് കാണുന്നത് 20-ാമത്തെ വാക്യത്തിൽ പിന്നെയും കർത്താവ് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുന്നു. എന്നാൽ ബി സൈലന്റ്, മിണ്ടാതിരിക്കെ, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും അവൻ്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കട്ടെ, മൗനമായിരിക്കട്ടെ. കർത്താവ് ഹീസ് ഇൻ ചാർജ്, ഹീസ് ഇൻ ചാർജ്. നമ്മൾ വിചാരിക്കും കർത്താവ് ഒന്നും ചാർജിലല്ല, ഇവൻ അതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണ്, ഒരു നീതി നടക്കുന്നില്ല. ഇല്ലല്ല, കർത്താവ് തക്ക സമയത്ത് ചെയ്യേണ്ടത് ചെയ്യും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് ധൈര്യമാകുക. ഒന്നുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ലോക മനുഷ്യർ എങ്ങനെയോ ജീവിക്കട്ടെ, ദൈവമക്കളായിട്ട് തന്നെ ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.